ചേട്ടാ നമസ്കാരം. നമസ്കാരം. അടി മുഴുവൻ മിഡിൽ ഈസ്റ്റിലാണ് നടക്കുന്നതെങ്കിലും ചൊറി മുഴുവനും ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഇവിടെ സുഡാപ്പികൾക്ക് ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് കണ്ണിന് നേരെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മൾ സത്യം പറഞ്ഞാല് നമുക്ക് ആരുമായിട്ടായിരുന്നു ഇന്നലെ യുദ്ധം? നമുക്ക് ഇന്നലെ യുദ്ധം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടായിരുന്നു കളി. ആ കളിയിൽ സഞ്ജു സാംസൺ ആണെങ്കിൽ അടിച്ച് കീറുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ ചായയും പോപ്കോൺ ഒക്കെ കഴിച്ച് കളിയും കണ്ട് അത് കഴിഞ്ഞ് സഞ്ജുവിനെ പോയിട്ട് സ്റ്റാറ്റസ് വിട്ട് നമ്മൾ സുഖമായിട്ട് സുന്ദരമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭരണകൂടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ആരെയും പിന്തുണയ്ക്കാനും പോയില്ല, നമ്മൾ ആരെയും തള്ളിപ്പറയാനും പോയില്ല. എന്നാൽ ഭീകരവാദികളായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും നമ്മൾ എന്താണ്, നിനക്കൊന്നും നമ്മുടെ പിന്തുണ ഇല്ല എന്ന് നമ്മൾ കൃത്യമായി പറയുകയും ചെയ്തു. എന്തിനാണ് നമ്മൾ ആൾക്കാരെ പിന്തുണയ്ക്കാൻ പോകുന്നത്? നമ്മളെ പിന്തുണച്ചു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ടുള്ള ഒരു രാജ്യം നമ്മുടെ ശത്രുവാകും. നമ്മൾ വേറൊരാളെ പിന്തുണച്ചു കഴിഞ്ഞാൽ അവരെ എതിർക്കുന്ന രാജ്യം നമ്മുടെ ശത്രു. ഇപ്പൊ ഇസ്രായേലിനെ നമ്മൾ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാവും. ഇറാനെ നമ്മൾ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാവും. പിന്തുണയ്ക്കുന്നത് കൊണ്ട് തെറ്റുണ്ട് എന്നുള്ളതല്ല പറഞ്ഞത്. ഇന്നലെ ഒരു കേണൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, നമ്മുടെ രാജ്യത്തിന് എന്ത് ഗുണം? അതാണ് പോയിന്റ്. നമ്മുടെ രാജ്യത്തിന് യവന്മാരെ പിന്തുണച്ചത് കൊണ്ട് എന്ത് ഗുണം? ആ ഗുണം ഉണ്ടെങ്കിൽ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഗുണമില്ലെങ്കിൽ ഇവന്മാരെയൊക്കെ പിന്തുണച്ച് പോകുന്നതിൽ എന്താണ് അർത്ഥം? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ബംഗ്ലാദേശ്, നമ്മൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ആക്കി കൊടുത്തല്ലോ. ഇന്ന് നമ്മുടെ തലയ്ക്ക് മേലെ തൂങ്ങുന്ന ഒരു വാളാണ് ബംഗ്ലാദേശ്. അന്ന് നമ്മുടെ 90,000 എത്രയോ പട്ടാളക്കാരെ ഇന്നും കണ്ടുകിട്ടാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അന്ന് ഒപ്പിട്ട ഷിംല കരാറ് പാകിസ്ഥാനെടുത്ത് ചവറ്റുകുട്ടയിൽ ഇടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതൊക്കെ നമുക്ക് മുകളിലുണ്ട്. നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഇവിടെ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കുമ്പോൾ പ്രശ്നമുള്ളത് മുഴുവൻ ഇതിനകത്ത് ഈ രാജ്യങ്ങളെയെല്ലാം സ്വന്തം അച്ഛന്മാരായിട്ട് കാണുന്ന ഇവിടെയുള്ള പല ആൾക്കാർക്കുമാണ്, പല മതമൗലികവാദികൾക്കുമാണ്. ഇവർക്കിപ്പം ഇന്ത്യയെ കൊണ്ട് മറ്റേ അവനെ അടിക്കണം, ഇവനെ അടിക്കണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഭീകരവാദികൾക്ക് എന്റെ പൊന്നു മോനെ പിന്തുണയില്ല എന്നുള്ളതാണ് മോദി പറഞ്ഞത്. ഇതിപ്പം ഖമനേയി ഇന്ത്യയും ഇറാനും തമ്മിൽ ബിജുചേട്ടാ സഖ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സൗഹൃദമാണെന്ന് പറയുമ്പോഴും ഖമനേയിയെ മോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല. ലോകത്ത് ആര് മരിച്ചാലും നരേന്ദ്രമോദിയുടെ പോസ്റ്റാണ് ആദ്യം വരുന്നത്. ഒരാൾ മരിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ മോദിയുടെ ട്വിറ്റർ എടുത്ത് നോക്കിയാൽ മോദിയിൽ ഒരു പോസ്റ്റ് വരും, അയ്യോ അദ്ദേഹം മരിച്ചത് വളരെ കഷ്ടമായി പോയെന്ന് പറഞ്ഞു. മോദി അനുശോചിച്ചില്ലല്ലോ. കാരണം എന്താ? അയാളൊരു ഭീകരവാദിയാണ്. ഇറാനെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്, കാരണം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്, നമുക്ക് സൗഹൃദം തന്നെയാണ്, അതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പൊ അപ്പുറത്തെ വീട്ടുകാരോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഒരു തലതെറിച്ച ചെക്കനുണ്ട്, അവനെ പിടിച്ച് നമ്മുടെ വീട്ടിനകത്ത് താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ലല്ലോ. അതുപോലെ തന്നെ UAE-ക്ക് നമ്മൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. UAE നമ്മുടെ അറബി രാജ്യം, UAE, യുണൈറ്റഡ് അറബ്, അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെ കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തിട്ടില്ല. അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യവും വളരെ വ്യക്തവുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിനും സൗദിക്കും കുവൈറ്റിനും ഒന്നും പിന്തുണയില്ല. പക്ഷെ UAE-ക്ക് നമ്മൾ പിന്തുണ, കാരണം അത് UAE നമ്മളെ സഹായിക്കുന്ന രാജ്യമാണ്. നമ്മുടെ 140 കോടി ജനങ്ങളെയും സഹായിക്കുന്ന ഏത് രാജ്യവും. അതാണ് നരേന്ദ്രമോദിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിട്ട്. ഇപ്പോ ഭീകരവാദവും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇലാബറേഷൻ ആണ് ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത്. ഭീകരവാദിയാണോ, നിനക്ക് പിന്തുണയില്ല. അപ്പൊ ഇവര് ചോദിക്കും, അവര് നമ്മുടെ സൗഹൃദ രാഷ്ട്രമല്ലേ? സൗഹൃദ രാഷ്ട്രമൊക്കെ തന്നെയാണ്, പിന്തുണ തരില്ല. ഭീകരവാദികൾക്ക് പിന്തുണ ഇല്ല, അത്രേ ഉള്ളൂ. നമ്മളെ ഒരു മണ്ണ് കൊണ്ട് പോലും നുള്ളി നോവിച്ചവനാണോ നീ, നിനക്ക് പിന്തുണ ഇല്ല തന്നെ എന്നുള്ള നിലപാടാണ്. ഈ നിലപാട് എത്രത്തോളം ശരിയാണ്? ഇതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അതിൽ ഇന്നലെ CDS-ന്റെ യോഗം കഴിഞ്ഞിട്ട് ആദ്യം വന്ന വാർത്തകളൊന്നും ഇതായിരുന്നു. UAE പലർക്കും ഒരു ആശ്ചര്യം തന്നെയായിരുന്നു. എന്തുകൊണ്ട് UAE മാത്രം പിന്തുണയ്ക്കുന്നു? കാരണം മിഡിൽ ഈസ്റ്റിൽ അനവധി രാജ്യങ്ങളുണ്ട്, അവരെ പിന്തുണച്ച് രംഗത്തെത്തിയില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്തുണ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ നാളെ ഇവിടുന്ന് നമ്മുടെ സൈന്യം കൊടുങ്കിടക്കെ അല്ലെങ്കിൽ വെപ്പൺസും എല്ലാം എടുത്തുകൊണ്ട് നാളെ UAE-യിലോട്ട് പോകുമോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പോകാനുള്ളതല്ല. പിന്തുണ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പോയി യുദ്ധം ചെയ്യാന്നുള്ള പിന്തുണയല്ല. അതൊക്കെ അറബ് നാറ്റോസ് ഉണ്ട്, അത് അവർ ചെയ്തോളും. അപ്പോ ഇതിനകത്ത് കൃത്യമായിട്ട് ആ സെനൻസിൽ തന്നെ UAE-യുടെ പേര് മാത്രമാണ് എടുത്തു പറയുന്നത്. അതിന് കാരണമുണ്ട്. കൃത്യമായി തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി UAE-യുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം, ഒരു ഹ്രസ്വ സന്ദർശനം, കേവലം 3 മണിക്കൂർ സന്ദർശനത്തിന് 2 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു UAE-യുടെ ഭരണാധികാരി ഇന്ത്യയിലെത്തിയത്. അവർക്ക് ഈ രാജ്യത്തും UP-യിലടക്കം
അവരുടെ ഈ മീഡിയ സിറ്റി പോലെ ഉള്ള ഒരു വലിയ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് യു എയുടെ നമുക്ക് വലിയ സാമ്പത്തിക പരമായിട്ടുള്ള ബിസിനസ്സുകളും കാര്യങ്ങളുമുണ്ട്. നമ്മുടെ റുപ്പിയ കാർഡ് അംഗീകരിച്ചിരിക്കുന്നതാണ്, UPI അംഗീകരിച്ചിരിക്കുന്നതാണ്. റഷ്യയുമായിട്ടുള്ള നമ്മുടെ ഒരു മിഡിൽ ആയിട്ട്, അതായത് ഇടനിലക്കാരായിട്ട് ഈ എണ്ണയുടെ പൈസ ട്രാൻസാക്ഷൻ ഒക്കെ നിൽക്കുന്ന രാജ്യമാണ്. അതായത് എല്ലാ തരത്തിലും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമായിട്ടാണ് UAE നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതുമാത്രമല്ല UAEയും ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും ചേർന്നൊരു സഖ്യമുണ്ട്, I2U2 എന്ന് പറഞ്ഞൊരു സഖ്യമുണ്ട്. ഈ സഖ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യം കൂടിയാണ് UAE. പക്ഷെ ഇവിടെ ധനുഷ് പറഞ്ഞതാണ് ശ്രദ്ധേയമായ കാര്യം, അമേരിക്ക പിന്തുണച്ചിട്ടില്ല. ഈ സഖ്യത്തിലുള്ളതാണ്, ഈ അലയൻസുള്ള അമേരിക്കയ്ക്ക് യാതൊരു പിന്തുണയും കൊടുത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് സൗദിയെയും കുവൈറ്റിനെയും ഖത്തറിനെയൊക്കെ പിന്തുണയ്ക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗദി അറേബ്യ ഓൾറെഡി അറബ് നാറ്റോയുടെ ഭാഗമാണ്. പാകിസ്ഥാൻ, സൗദി ഒക്കെ അടങ്ങുന്ന ഒരു അറബ് സഖ്യത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരുമായിട്ട് നമുക്ക് അത്ര വലിയൊരു നല്ല ബന്ധമാണെങ്കിൽ പോലും ഒരു അലയൻസോ അല്ലെങ്കിൽ വലിയ വ്യാപാര ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ടില്ല. ഇപ്പൊ ഖത്തറുമായിട്ട് നമ്മൾ കൂടുതൽ കരാറുകളൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഇരിക്കുന്നത്. ഈ പിന്തുണ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ മാത്രം കൊടുക്കുന്ന പിന്തുണയല്ല, അടിക്കുമ്പോൾ ഓടി വരാനുള്ളതല്ലല്ലോ സഖ്യങ്ങളും രാജ്യങ്ങളും ഒക്കെ. പകരം എല്ലാ തരത്തിലുമുള്ള പിന്തുണയ്ക്കാണ് നമ്മൾ പിന്തുണ എന്ന് പറയുന്നത്, വ്യാപാര ബന്ധത്തിലായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒക്കെ. ഇവിടെ ഇറാനെ എന്തുകൊണ്ട് പിന്തുണച്ചില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരാം. ഇറാനെ സംബന്ധിച്ച് ശരിയാണ്, ഇന്ത്യക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. 1990-കൾ വരെ ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യമാണ്. അതിനുശേഷം ഖമേനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, സ്വരം മാറ്റിയിട്ടുണ്ട്. അന്ന് അപ്പോൾ ഈ ഇറാന് സ്വരം മാറ്റാനൊരു കാരണമുണ്ടായിരുന്നു. ഇറാന് ഈ ലോക ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു തലപ്പത്തേക്ക് വരിക എന്നൊരു മോഹം ഖമേനിക്ക് മുമ്പുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പിന്നീട് പാകിസ്ഥാനെ പൂർണ്ണമായി തന്നെ അകറ്റി നിർത്തുന്ന ഒരു നിലപാടിലേക്ക് കാര്യം പറയുമ്പോഴേ ചേട്ടാ ഒരു കാര്യം പറയാതെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇസ്ലാമിക ലോകം ഒരുമിക്കുകയാണെങ്കിൽ ജൂതന്മാർ പലസ്തീൻ കൈവശം വയ്ക്കില്ല, ഹിന്ദുക്കൾ കശ്മീരും. 1965 നജാഫ് എന്ന പ്രദേശത്ത് വെച്ച് ഖമേനി നടത്തിയ പ്രസംഗമാണിത്. പോരാത്തതിന് മുസ്ലിം ലോകം യമൻ, ബഹ്റൈൻ, കശ്മീരി ജനങ്ങളോടൊപ്പം നിൽക്കണം, അവരെ അടിച്ചമർത്തുന്ന പീഡകർക്കെതിരായി നിൽക്കണം. ഖമേനി 2017 പറഞ്ഞ വാക്കുകളാണിത്. അപ്പൊ കശ്മീര് എടുത്തു പറഞ്ഞ വഴി ഇന്ത്യക്ക് നേരെയാണ് അയാൾ അന്ന് ലക്ഷ്യം വെച്ചത്. കശ്മീരിൽ ഇന്ത്യയെ ഒരു അടിച്ചമർത്തൽ നടത്തുന്ന ശക്തിയായിട്ടാണ് അന്ന് അയാൾ കണ്ടത്. കശ്മീരിൽ 90-കളിൽ നടന്ന ഹിന്ദു വംശഹത്യയ്ക്കും മതമൗലികവാദത്തിനും പൂർണ്ണ പിന്തുണ നൽകിയ മനുഷ്യനാണ് ഖമേനി എന്നുള്ളൊരു വാദമുണ്ട്. 2010 ഹജ്ജ് തീർത്ഥാടകരോട് കശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പറഞ്ഞ ഖമേനിയുടെ പ്രസ്താവന അന്ന് ഇന്ത്യൻ ഇറാൻ ബന്ധങ്ങളെ വഷളാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. 2019 നമ്മൾ 370 അനുച്ഛേദം റദ്ദാക്കിയപ്പോൾ ഖമേനി അതിനെതിരായി നിലനിന്ന മതമൗലികവാദി ആണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കശ്മീരിലെ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്ന നയം ഇന്ത്യ തുടരുന്നു എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ അയാളുടെ ട്വീറ്റുകൾ എന്ന് പ്രസിദ്ധമായിരുന്നു. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വർഗീയ പരാമർശം നടത്തിയ ആളാണ് ഖമേനി. മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആസൂത്രണം ചെയ്ത ഒന്നായിട്ടാണ് അയാൾ ഇതിനെ വിശേഷിപ്പിച്ചത്. മറ്റെല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമായി കണ്ട് അതിൽ തലയിടാതെ ഇരുന്നപ്പോൾ തീവ്ര ഹിന്ദുക്കളെ നിയന്ത്രിക്കണമെന്ന് ഇയാൾ ട്വീറ്റ് ചെയ്തിരുന്നു. പോരാത്തതിന് ഇന്ത്യയും ഇയാളും സൗഹൃദമുള്ള സമയത്തായിരുന്നു ഇയാൾ ഇതെല്ലാം ചെയ്തത് എന്നുള്ളൊരു വാദമല്ല, അത് സത്യമാണ്. ഇയാളുടെ വാക്കുകൾ അവസാനം ഇന്ത്യക്കെതിരെ ശബ്ദിച്ചത് 2024 എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് വട്ടം ഇയാൾ ഇന്ത്യക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റ് അല്ലേ? ഇന്ത്യയും ഇറാനും എല്ലാം സൗഹൃദത്തിലായിരിക്കുമ്പോൾ തന്നെയാണല്ലോ ഇയാൾ ഇങ്ങനെ ശബ്ദിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഇത് എന്റെ ഡൗട്ടാണ്. ധനുഷ് നേരത്തെ എന്നോട് സംസാരിച്ചത് തന്നെ ഉത്തരവുണ്ട്. എന്താണ് പറഞ്ഞത്? ഖമേനി നമുക്കെതിരെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടില്ലേ, പക്ഷെ ഇറാനുമായിട്ട് നമ്മൾ സ്നേഹത്തിലല്ലേ എന്നുള്ളത്. ആ രാജ്യവുമായിട്ട് നല്ല ബന്ധമുണ്ട്, വ്യാപാര ബന്ധമുണ്ടെങ്കിലും മത നേതാവെന്ന നിലയിൽ, അയാളെ ഒരു മത നേതാവെന്ന നിലയിൽ ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന ഒരുപാട് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളുമായിട്ട് സ്നേഹത്തിൽ നിന്നിട്ടുമുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളൊന്നും തന്നെ അതിനെ അപലപിച്ച് രംഗത്തെത്തിയില്ല എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യം. ഈ പറയുന്ന രാജ്യങ്ങളൊന്നും എത്തിയില്ല. സൗദി അറേബ്യ പെട്ടെന്ന് എത്താനുണ്ടായ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യയിലായിരുന്നു നരേന്ദ്രമോദി ആ സമയത്ത്. അവിടെ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകുന്ന ഒരു അതിഥിക്ക് ഒരു അപകടം പറ്റിയാൽ സ്വാഭാവികമായി തിരക്കേണ്ട ഒരു കടമയില്ല. ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അങ്ങനെ ഒരു ഇത് തന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഈ നമ്മളുടെ ഒരു പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ചില വ്യത്യാസങ്ങളുണ്ട്. ഇസ്രായേലിൽ പോയ നരേന്ദ്രമോദി അവിടെ ഹമാസിന്റെ പേരെടുത്തായിരുന്നു പറഞ്ഞത്. അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മുമ്പ് ഇസ്രായേൽ, നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നു, മുമ്പ് ഇസ്രായേല് ഇന്ത്യയോട് പറഞ്ഞിരുന്നു ഹമാസിനെ നിങ്ങൾ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം, ഇന്ത്യ അത് പ്രഖ്യാപിക്കണം. കാരണം നിങ്ങളുടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കിയ ലഷ്കർ-എ തോയ്ബയെയും ജയ്ഷെ മുഹമ്മദിനെയും ഞങ്ങൾ ഭീകരവാദികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അത് ചെയ്യണ്ടേ, തിരിച്ചും ചെയ്യണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിന് നരേന്ദ്രമോദിയോ ഇന്ത്യയോ മറുപടി കൊടുത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പോയി സംസാരിച്ച നരേന്ദ്രമോദി പറഞ്ഞത് ഹമാസിന്റെ പേരെടുത്ത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഭീകര സംഘടനയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ഭീകര സംഘടനയാണ് ഇവിടെ 2023 ഒക്ടോബർ 7
ഇവിടെ ഈ അക്രമ സംഭവങ്ങൾ നടത്തിയത് എന്ന് തന്നെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയും. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അതൊരു ഭീകര സംഘടനയാണെന്ന് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അപ്പൊ പിന്നെ ആ സംഘടന ഓട്ടോമാറ്റിക്കലി നിരോധന സംഘടനയുടെ പട്ടികയിൽ തന്നെ വരുന്നതാണ്. അപ്പം ഇങ്ങനെ ഒന്നുണ്ടായി. അവിടെ വെച്ചിട്ട് തന്നെ അദ്ദേഹം ഈ I2U2 സഖ്യത്തിനെ കുറിച്ച് പറഞ്ഞു. അവിടെ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇസ്രായേലിൽ ചെന്ന് നടത്തിയ ആ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭീകരവാദത്തിനെതിരെ എന്നും ഞങ്ങൾ ഒന്നിച്ച് പോരാടാൻ തയ്യാറാണ്. ഇന്നലെ പോരാടിയിരുന്നു, ഇന്ന് പോരാടും, നാളെയും പോരാടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഖമേനി എന്ന് പറയുന്ന ഒരു വ്യക്തിയോ ഇല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആളുകൾ ചെയ്തിരുന്ന കാര്യം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ലെബനനിലും സിറിയയിലും യമനിലും അടക്കം ഉള്ള ഹൂത്തികളെ ആയാലും ഹിസ്ബുള്ളെ ആയാലും പിന്നീട് ഈ അവസാന സമയങ്ങളായപ്പോൾ ഹമാസിനും അവർ പിന്തുണ കൊടുത്തു. ഹമാസ് ഓൾറെഡി അവരുടെ പ്രോക്സി അല്ലെങ്കിൽ പോലും പിന്നീട് അവരുടെ പ്രോക്സി പോലെ ആയി മാറുകയായിരുന്നത്. ഇതെല്ലാം കൊടുക്കുകയും ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേലിനെ നേരെ നടത്തിയത് സ്വാതന്ത്ര്യ സമര പോരാട്ടമല്ലല്ലോ, അതൊരു ടെറർ അറ്റാക്കുകൾ തന്നെ അവർ നടത്തുന്നു. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് നടത്തുന്ന ആക്രമണങ്ങളാണ് അതൊക്കെ. അപ്പം അതിനെതിരെ ഒരു ശക്തമായ നിലപാട് ഇന്ത്യ നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നു. ഇവിടെ ജെയ്ഷെ മുഹമ്മദോ ഇല്ലെ ലഷ്കർ എ തോയ്ബയോ ഒരു ആക്രമണം നടക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സർവ്വവും കളഞ്ഞ് ഇവിടെ വന്നൊരു പിന്തുണ കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്താണുള്ളത്? അതായത് തങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് ഒരു ഭീകരവാദം നടക്കുമ്പോൾ അതിനെ അപലപിച്ച് രംഗത്തെത്തുകയാണ് ചെയ്യുന്നത്. തിരിച്ചും അതാ ഒരു റിപ്ലൈ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു രണ്ടാമത്തെ വട്ടമാണ് വിളിക്കുന്നത്. 2 ദിവസത്തിന് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചിരുന്നു എസ് ജയശങ്കർ, അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചിരുന്നു. അതിനുശേഷം നരേന്ദ്രമോദി വിളിച്ചിരുന്നു. അത് ഇതിന്റെ ആശങ്കകൾ, കാരണം നമ്മൾക്ക് ധാരാളം മലയാളികൾ ഇസ്രായേലിലുമുണ്ട്, അപ്പോൾ അതിന്റെ ഒരു ആശങ്ക അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുമൊക്കെ വിളിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിക്കുകയും ഈ യുദ്ധം നിർത്തുന്നതിന് ആവശ്യം, കാരണം നമുക്കിത് നേരിട്ട് ഇടപെട്ട് യുദ്ധം നിർത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ അവരോട് ആവശ്യപ്പെടുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ സ്വാഭാവികമായി I2U2, കാരണം ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് സഖ്യങ്ങളില്ല മിഡിൽ ഈസ്റ്റിൽ. സഖ്യങ്ങൾ ഉള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഖ്യത്തിലുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഈ UAE മാത്രമാണ്. I2U2 ഇറാനുമായിട്ട് നമുക്ക് സഖ്യമില്ല. അപ്പം ഈ സഖ്യമുള്ള രാജ്യങ്ങളല്ലേ പിന്തുണയ്ക്കേണ്ടത് എന്നൊരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരും. ഇവിടെയാണ് ഈ I2U2 തുടങ്ങിയിരിക്കുന്നതിന് എന്തിനാണ്? ബിസിനസിന്റെ കാര്യം മാത്രമല്ല, പ്രതിരോധം, സുരക്ഷ, ഇതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടാണ് I2U2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഖ്യം തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് നാവികാഭ്യാസ, സംയുക്ത നാവികാഭ്യാസ പ്രകടനങ്ങൾ വരുന്നുണ്ട്, സൈനികാഭ്യാസ പ്രകടനങ്ങൾ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പലരും ചോദിക്കും, ബ്രിക്സിൽ 2026 ആയപ്പോൾ ഇറാൻ വന്നല്ലോ എന്ന്, എന്തുകൊണ്ടാണ് ബ്രിക്സിന്റെ ഒരു പേരിൽ ഇറാനെ പിന്തുണയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ, ബ്രിക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യുദ്ധ ആവശ്യത്തിന് തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം അല്ല, പരസ്പരം സഹകരണത്തിലുള്ള വ്യാപാരം ബന്ധങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കരാറാണ് അത്. ഇത് രണ്ടും രണ്ട് കൺസെപ്റ്റ് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഖമേനി എന്ന് പറയുന്നത് ശരിയാണ്, അദ്ദേഹം ഒരു മത നേതാവ് മാത്രമായിട്ടാണ് നമ്മൾ അതിനെ ഇപ്പോൾ കാണുന്നത്. അത് അവിടുത്തെ ഒരു ഭരണാധികാരിയല്ല, മതമേലധ്യക്ഷന്റെ കീഴിലായിരുന്നു. കാരണം അവിടുത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പെഷസ്കിയാനാണ്, അദ്ദേഹമാണ് അവിടുത്തെ പ്രസിഡന്റ്. അപ്പോ ആ നമ്മളവിടെ റൂളിംഗ് ആയിട്ടുള്ളത്, അതിന് മുകളിൽ നിൽക്കുന്ന ഒരു പദവിയിലാണ് ഖമേനി നിൽക്കുകയും ലോകത്തെമ്പാടുമുള്ള ഷിയകളുടെ ആത്മീയ നേതാവാകുകയും. അദ്ദേഹം ഇതിനു മുമ്പ് പല ഫത്തോളും ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ പല സമയത്തും അദ്ദേഹം വിഷം തുപ്പുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുമായിട്ട് വലിയൊരു ക്ലാഷിന് പോകാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്തു. ക്ലാഷിന് പോകാത്തതിന്റെ ഒരു കാരണം ഇടയ്ക്ക് പാകിസ്ഥാനുമായിട്ട് ഇദ്ദേഹം ഒന്ന് ഉരസിയായിരുന്നു. കാരണം പാകിസ്ഥാനിൽ കൂടുതൽ സുന്നികളാണ്, ഷിയകൾ 20% മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു ഉരസലിലേക്ക് വന്നത്. അത് ഉരസലിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനായിരുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇറാൻ അടുത്ത ബന്ധം പുലർത്തുകയും അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് അഫ്ഗാനിസ്ഥാന് പിന്തുണ കൊടുക്കുകയും ചെയ്ത സമയങ്ങളിലാണ് പാകിസ്ഥാൻ അദ്ദേഹം ചവിട്ടാൻ ശ്രമിച്ചത്. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ളത്. ഇത് തന്നെയായിരിക്കും എർദോഗന്റെയും ഒരു അവസ്ഥ. എർദോഗനെതിരെയും എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എർദോഗനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത ഒരിക്കലും ഇന്ത്യക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഇറാന്റെ ഏറ്റവും കൂടുതൽ സഖ്യകക്ഷികളായിട്ടുള്ളതാണ് റഷ്യയും ചൈനയും ഒക്കെ. അവരാരും ഈ യുദ്ധത്തിൽ ഒരു മുന്നണി പോരാളിയായിട്ടൊന്നും ഇറാനെ രക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവരൊരു പ്രസ്താവന ഇറക്കിയതിനൊക്കെ അപ്പുറത്തേക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം. അവർ ഇടപെടാനുള്ള സാധ്യതകളും വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന അതിന്റെ അവസ്ഥ. പക്ഷെ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഇറാനിലെ ഒരു സ്വസ്ഥമായിട്ട് നമ്മൾ ഇറാന്റെ കേസിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇറാനുള്ള ഇന്ത്യൻ അംബാസഡർ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ഒരു സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ അതിർത്തി കടക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇറാന്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കേസിൽ നമ്മളുടെ നിലപാട് അതാണ്. അതായത് സ്വതന്ത്രമായ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടക്കാൻ കഴിയില്ല. ഇതേ നിലപാട് തന്നെയാണ് നമ്മൾ ഇന്നലെ UAE കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്. UAE ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തിന്റെ അതിർത്തി കടക്കാൻ എന്നത് ശരിയല്ല, അതിനെ അപലപിക്കുകയും ആ UAEക്ക് ഇവിടെ പിന്തുണ കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ വലിഞ്ഞു കയറി ചെന്ന് പിന്തുണ കൊടുക്കാൻ പറ്റില്ലല്ലോ, സഖ്യത്തിലുള്ളവർക്കല്ലേ പിന്തുണ കൊടുക്കാൻ പറ്റുള്ളൂ. ഇറാന്റെ കേസിൽ നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്. നമുക്ക് ആ ഒരു കേസിലാണ്, ഇറാന്റെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ഇത് വന്നിട്ടുണ്ട് അതിനെ ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഖമേനിയുടെ കേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഇവിടെയുള്ള ചിലപ്പം ഇടതുപക്ഷക്കാരോ സുടുക്കളോ ചോദിക്കും, എന്തുകൊണ്ടാണ് ഖമേനിയുടെ ഇതിനെ അനുശോചിക്കാൻ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖമേനി എന്ന കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ധനുഷ് വായിച്ച കണക്ക് വായിക്കാൻ ഇവിടെ വേറൊരു വിഭാഗമുണ്ട്. ഇന്ത്യക്കെതിരെ കൃത്യമായി തന്നെ വിഷം ചീറ്റുകയും കാശ്മീർ വിഷയത്തിൽ പലതവണ മലക്കം മറിയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി നിന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിൽക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനജനകമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ രാജ്യത്തുള്ള ജനങ്ങൾ ചോദിക്കില്ലേ, ആഹാ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നോ, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ നമുക്കെതിരെ പറഞ്ഞിട്ടുള്ളതും നമുക്കെതിരെ പടയൊരുക്കാനായിട്ട് ആഹ്വാനം ചെയ്തതും നിങ്ങൾ മറന്നോ എന്ന് ചോദ്യം അവരെ തൃപ്തിപ്പെടുത്താൻ എന്തുത്തരം ചോദിക്കും. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യും? അതിനുള്ള മറുപടി നമ്മുടെ കയ്യിലില്ല. അതിലും ഭേദം നമ്മൾ ഇറാന്റെ വിഷയത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, സ്വതന്ത്രം. ഇത് നമുക്ക് പറയാനേ കഴിയൂ. അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പോയി സംരക്ഷിക്കാനായിട്ട് നമ്മൾ ട്രംപ് അല്ലല്ലോ, അമേരിക്ക അല്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ രക്ഷിക്കാൻ പോയവരുടെ ചരിത്രം നമുക്കറിയാം. ശ്രീലങ്ക പോയി എന്താണ്, പ്രധാനമന്ത്രിക്ക് അടി കിട്ടി അവിടെ നിന്ന്. അതിനുശേഷം ആ പ്രധാനമന്ത്രി തിരിച്ചു വന്നു ശ്രീപെരുമ്പത്തൂർ വന്നപ്പം ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടേണ്ടി വന്നു. ഈ രാജ്യം എന്ത് വില കൊടുക്കേണ്ടി വന്നു അതിന് വേണ്ടിയിട്ട്. ബംഗ്ലാദേശിനെ നമ്മൾ രക്ഷിച്ചു, രാജ്യം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ എന്താണ്, ബംഗ്ലാദേശികൾ കാരണം നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പലയിടത്ത് പോയിട്ട് ഈ തലയിടണ്ട എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കാരണം നമ്മൾക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തോ ഈ രാജ്യത്ത് ഭീകരവാദം നടക്കുന്ന സമയത്തോ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം ഈ പറയുന്ന ഒരു രാജ്യവും അത് പാകിസ്ഥാനാണ് ചെയ്തതെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഈ രാജ്യങ്ങളിൽ മുഴുവൻ നടന്നിട്ട് തെളിവ് സഹിതം പറയുന്നത് ഇത് പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്തൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇന്ത്യ അടിക്കുന്നത്. അപ്പം ഇവരാരും തന്നെ ഇടപെട്ടിട്ടില്ല, നമ്മുടെ വിഷയങ്ങളിലും ഇവരാരും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളും ആരുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഡ്യൂട്ടി അല്ലത്. ഇപ്പൊ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം എന്ന് പറഞ്ഞാൽ അതിന് ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളോ സംഘർഷമോ നരേന്ദ്രമോദി വന്നതിന് ശേഷം തുടങ്ങിയ അടിയോ അല്ലത്. അത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സംഘർഷമാണത്. അത് അവർ തമ്മിൽ അടിച്ചു തീരട്ടെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ കൂടെ ആരായിരുന്നു വന്നത്? ആരും വന്നില്ലല്ലോ. പാകിസ്ഥാനോട് തുർക്കിയെങ്കിലും വന്നിരുന്നു, ചൈന രഹസ്യമായിട്ട് പിന്തുണ കൊടുക്കുകയും ചെയ്തില്ല. ഇന്ത്യയോട് ആരും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ കൃത്യമായ സ്റ്റാൻഡ് തന്നെയാണ് അവിടെ എടുത്തിരിക്കുന്നത്. ധനുഷ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ശരി. ഭീകരവാദത്തിനെതിരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഖമേനിയുടെ മരണത്തിൽ അനുശോചിച്ച് റഷ്യ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, ചൈനയും ഇറക്കിയിട്ടുണ്ട്. എന്ന് കരുതി നാളെ റഷ്യയും പുടിനും എല്ലാം കൂടെ നാളെ ഇറാനിലേക്ക് വരുമോ? അമേരിക്ക അടിക്കാൻ ചൈന വരുമോ നാളെ? ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇന്ത്യയും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്തുണ കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ആത്യന്തികമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. റഷ്യയുടെ പൊതുശത്രു അമേരിക്കയാണ്. അമേരിക്ക ആരെ എതിർക്കുന്നുവോ അവർ റഷ്യയുടെ സുഹൃത്താണ്. ചൈനയുടെ ശത്രു ആരാണ്? അത് അമേരിക്കയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ഇന്ത്യയായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാന് ചൈന ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുത്തു. അപ്പൊ കാണാൻ ചൈനയെ തകർക്കാനായിട്ട് അമേരിക്ക ഉയർന്നു വന്ന് താരിഫൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യ ആവശ്യമായിട്ട് വന്നു. പരസ്പര സഹകരണം നോർമലായിട്ട്, ഇപ്പൊ ബന്ധം നോർമലായിട്ട് മുന്നോട്ട് പോകുന്നു. അത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. കാരണം ചൈന തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യമാണ്. ഇപ്പൊ അങ്ങ് അറ്റത്ത് കിടക്കുന്ന കാനഡയൊക്കെ ആണെങ്കിൽ പോടാ പുല്ലേ എന്ന് നമുക്ക് പറയാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഇതങ്ങനെയില്ല, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. അതാണ് പ്രശ്നം. നമ്മുടെ രാജ്യം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ ബിജുചേട്ടാ. നമ്മുടെ ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ് എപ്പോഴും കലാപകലുഷിതമാകുന്നത്. യൂറോപ്പിൽ ഒരു പ്രശ്നമില്ല. ഇവിടെ അമേരിക്കയുടെ അടുത്ത് കാനഡ കിടപ്പുണ്ട്, അതിന്റെ തൊട്ട് താഴെ മെക്സിക്കോ, ഇപ്പുറത്തെ ഇത് ക്യൂബ, ഇതെല്ലാം അവിടെ ഒരു പ്രശ്നമില്ല. നമുക്ക് ചുറ്റും കിടക്കുന്ന രാജ്യത്തിലാണ് ആടി ഈടിയും വെടിയും പുകയും. നമുക്കാണ് ഒരു സ്വസ്ഥതയില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അല്ല, അതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പിന്തുണ കൊടുക്കുന്നവരാരും നാളെ അവരുടെ ഈ വെപ്പൺസ് എടുത്തുകൊണ്ട് നാളെ ഇറാനിൽ പോയിട്ട് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യത്തില്ല. അവരൊരു മെസ്സേജ് ഇട്ടു. കാരണം ഇത്രയും നാള് ഇറാന്റെ എണ്ണ ഭൂരിപക്ഷം വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യം ചൈനയാണ്. സ്വാഭാവികമായി അവർ അതിന്റെ ഒരു നന്ദി പ്രകാശിപ്പിച്ചു, ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ റഷ്യയുമായി അടുത്ത ബന്ധമായിരുന്നു, റഷ്യയും ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട്. അത്രയും ഉള്ളൂ. ഇത് തന്നെയാണ് ഇന്ത്യയും ചെയ്തിരിക്കുന്നത്. യു എക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞു. ഇന്ത്യ കൊടുക്കുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരുടെയും ധാരണ നാളെ S-400
സുദർശന ചക്രമൊക്കെ പൊക്കിക്കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവരെ അടിക്കാൻ. നമുക്കിപ്പം അവരെ അടിക്കാതിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. കാരണം ഇപ്പം നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അത്. പിന്നെ ഇത് നമ്മളെ മാത്രമല്ല, ഇത് ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകും, എണ്ണവില വർദ്ധിക്കും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. അതിലിപ്പോൾ നമുക്കൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ലോകത്തെ 4ാമത്തെ ആയുധശക്തിയാണ്. ആയുധശക്തി നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ വേറൊരു രാജ്യത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ടല്ല. ഈ പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ചുറ്റും ശത്രുക്കളാണ്. അവരുടെ ശത്രുക്കളെ മാത്രമേ നേരിടാറുള്ളൂ. അല്ലാതെ അമേരിക്ക പോയി മഡൂറോയെ പിടിച്ചപ്പോൾ ഇസ്രായേലുകാരും കൂടെ പോയില്ല. മഡൂറോ ഞങ്ങളോട് വന്ന് പിടിച്ചു തരാമെന്ന് പറഞ്ഞു. UK കൂടെ പോയിട്ടില്ല, അവിടെ നാറ്റോ സഖ്യവും കൂടെ പോയിട്ടില്ല. അത് അവരവരുടേതായ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ പാവം പിടിച്ച ആ സെലൻസ്കിയെ തള്ളി റഷ്യയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇവന്മാരെല്ലാം കൂടെ വലിഞ്ഞു കളഞ്ഞില്ലേ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട്. ആ ബൈഡൻ ഒപ്പിച്ച പണിയാണത്. ബൈഡൻ പറഞ്ഞു പൊക്കോ, ഞങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി എന്താണ്, കുറച്ച് ആയുധമെങ്കിലും തന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ അവർ സഹായിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. ആ പ്രതീക്ഷിച്ച പോലൊന്നും വന്നില്ല, എല്ലാവരും കാര്യം മാറിയില്ല അതിനകത്ത്. അപ്പൊ അതൊന്നും കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യയുടെ സമ്പത്തും ആയുധവും ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇറാനെയോ ഇല്ല ഇസ്രായേലിനോടൊപ്പം പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ ഇസ്രായേലും അങ്ങനെ വരില്ല നമ്മളോടൊപ്പം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സഖ്യം, സഹകരണം എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യം അതേപോലെ വരികയല്ല ചെയ്യുന്നത്. അവരുടെ ഒരു സാങ്കേതിക മറ്റു സഹായങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അപ്പം അതിന്റെ ഒരു കാര്യങ്ങൾ ഉണ്ടാകാം. ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം എന്ന് നിലകൊണ്ടിട്ടുള്ള രാജ്യം റഷ്യയാണ്, ഇസ്രായേലാണ്. അപ്പം ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. നാളെ നമുക്കൊരു അപകടം ഉണ്ടായാൽ റഷ്യ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പൊ തന്നെ റഷ്യക്ക് അവരുടെ ചേർന്ന് കിടക്കുന്ന ഇറാനിലേക്ക് എത്താൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം അവർ ഓൾറെഡി ഒരു യുദ്ധമുഖത്താണ് 2022 മുതൽ. അതൊന്നും തീർത്തിട്ടല്ലേ ഇവിടെ വരാൻ പറ്റത്തില്ല. മറ്റേ അറബി നാറ്റോടെ കാര്യം വന്നൊക്കെ ഷഹബാസ് ഷരീഫ് ഇവിടെ നിന്ന് സൗദി രാജാവിനെ വിളിക്കും. അതായത് നമ്മൾ അറബി നാറ്റോ ആണല്ലോ, എനിക്കിവിടെ അടികിട്ടി ചിപ്പം കിട്ടിയിരിക്കുക, അഫ്ഗാനിസ്ഥാനുകാർ മേയുന്നു എന്ന് പറയുമ്പോൾ സൗദി രാജാവ് പറയുന്നത് എന്താണ്? ഇറാൻകാരെ എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിൽ ഞാൻ പെട്ട് കിടക്കുകയാണ്, ഞാൻ എവിടെ പോയി സഹായിക്കാനാന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞൊക്കെയാണ് ഇപ്പൊ റഷ്യ ഇപ്പൊ നമ്മൾ വിളിച്ചിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നക്കുമ്പം ചീനവാഴയൊക്കെ ഇല്ല. ഇപ്പൊ അവരൊരു യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. ഇവര് യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യത്തിന് സ്വാഭാവികമാണ് വേറൊരു യുദ്ധമുഖം കൂടെ തുറക്കാൻ പറ്റില്ല. അതും ഇറാൻ പോലെ ഒരു സ്ഥലത്ത്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവരുടെ വെപ്പൺസും മറ്റുമൊക്കെ ഇറാനിൽ എത്തിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യകൾ ഇറാനിൽ എത്തിച്ചുകൊണ്ട് ഇറാനെ കുറച്ച് നാളുകൂടി ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്താൻ പറ്റും. അത് ചൈനയ്ക്കും പറ്റും. ചൈനയുടെ ഇപ്പം ഈ ഡിഫൻസ് സിസ്റ്റം ഒക്കെ പൊളിഞ്ഞടിങ്ങില്ല ഇറാനിലും. പാകിസ്ഥാനാണ് ആദ്യം കൊടുത്തത്, അവിടെ പൊളിഞ്ഞടുക്കിപ്പോയി. ഇപ്പൊ അടുത്തത് ഇവിടെ പൊളിഞ്ഞടുക്കിപ്പോയി. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ചൈനയ്ക്ക് ഒരു മാർക്കറ്റ് ആയിരുന്നു ഇറാൻ. ചൈനയുടെ ആയുധ പങ്കാളിയാ. അപ്പം അവരുടെ പങ്കാളിക്കാണ് കുഴപ്പം. അപ്പൊ അവരെല്ലാം കൂടെ നിൽക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ഒരു അടുത്ത വ്യാപാര പങ്കാളിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യമല്ല. നമ്മളോട് നല്ല സൗഹൃദം സ്നേഹവും പുലർത്തുന്ന രാജ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ.